അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടേബിൾ മേക്ക് ഓവർ എന്നൊക്കെ പറയാം. കാരണം വെക്കേഷനായിട്ട് ടേബിളിൻ്റെ അവസ്ഥ അതിഭീകരമാണ് ഗെയ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ജസ്റ്റ് ഒന്ന് മേക്ക് ഓവറൊക്കെ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യത്താണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇത്രയാണോ നേരെ വീട്ടിലോട്ട് പോകാം. ഇതായിട്ട് നമ്മുടെ ടേബിളിൻ്റെ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത് ബുക്കുകളും ബാക്കി സാധനങ്ങളും ഓർഗനൈസറെല്ലാം കൂടെ ആയിട്ട് ആകെ കുളമായി കിടക്കിന്. ഇത് വൃത്തിയാക്കുന്ന ഇടയിൽ 2 രൂപ നമുക്ക് കിട്ടി കേസ്. അങ്ങനെ കണ്ട് കുറേ സാധനങ്ങൾ നമുക്ക് ഒതുക്കി അപ്പോഴത്തേക്ക് ഒരു ബോക്സ് നിറയെ കിട്ടി കേസ് നമുക്ക് സാധനങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു വാൾഗിരി ഡാട്ടോ ഇൻട്രസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ DIY ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് A4 ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ എൻ്റെ A4 ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അസൈൻമെൻറ്റ് പേപ്പറായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളെങ്കിൽ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ A4 ഷീറ്റ് തന്നെ എടുക്കുക. അതിൽ നിങ്ങൾക്ക് കുറച്ച് കളർഫുള്ളായിട്ടാണ് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. എനിക്ക് പക്ഷേ ഒരു പ്ലെയിനായിട്ട് മതി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതേപോലെ നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനെ ചുരുട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊരു സെലോ ടാപ്പ് വെച്ചോ പശ വെച്ചോ എന്തെങ്കിലും വെച്ച് ഇതൊക്കെ വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഇതേപോലത്തെ 10 സ്റ്റിക്ക് നമുക്ക് വേണം. പിന്നെ 10 സ്റ്റിക്ക് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 10 നമുക്ക് വേണം. എന്നിട്ട് നമുക്കിത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. നിങ്ങൾക്ക് വലുതാവണമെങ്കിൽ നിങ്ങൾക്ക് ആ സൈസിന് എടുക്കാം. എനിക്ക് ചെറിയൊരു സൈസ് മതി, അതായിട്ട് ഞാൻ 10 എടുത്തത്. നെക്സ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് നോക്കാം. കാരണം നമുക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു 6 എണ്ണവും തിരിച്ച് ക്രോസായിട്ട് ഒരു 4 എണ്ണമായിട്ട് വെച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ നോക്കുക, ഇതേപോലെ വെച്ച് നോക്കണം ഇങ്ങനെയാണ് എന്നൊക്കെ. നിങ്ങൾക്ക് കളർഫുൾ പേപ്പേഴ്സും എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഒരു പ്ലെയിനാണ് ഇതെടുത്തത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതേപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോഴത്തേക്കും പിന്നെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് വരും. ഇതേപോലെ വെച്ചൊക്കെ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചാക്കിയിട്ട് നേരെ 4 എണ്ണമാക്കിയും തിരിച്ച് ക്രോസായിട്ട് 6 എണ്ണമാക്കിയൊക്കെ വെച്ച് നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നെക്സ്റ്റ് ഒട്ടിക്കൽ പ്രോസസ്സാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഗ്ലൂ ഗണ്ണിൽ എൻ്റെ കയ്യിൽ സ്റ്റിക്കില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ ഉള്ളിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടി ഗ്ലൂ ഗണ്ണ് എടുത്തു. അങ്ങനെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും മതി നമുക്ക്. അപ്പോൾ അതവിടെ ചൂടാക്കാൻ അവിടെ വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് താഴെ വെച്ച് നോക്കി കേട്ടോ. അത് അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കി. അപ്പോൾ ഇതേപോലെ 6 എണ്ണം ഇതേപോലെ വീണ്ടും താഴോട്ടും 4 എണ്ണം ഹൊറിസോണ്ടലായിട്ടുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പേപ്പർ ചുരുട്ടാൻ മടിയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ജ്യൂസൊക്കെ കുടിക്കുന്ന സ്ട്രോ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സ്ട്രോ വെച്ചിട്ട് ചെയ്യാനാണ് സിമ്പിൾ. എനിക്കിപ്പോൾ കയ്യിൽ സ്ട്രോ എടുക്കുക ഇല്ലാത്തതുകൊണ്ടായിട്ട് ഞാൻ ഇതുപോലെ പേപ്പറൊക്കെ വെച്ച് ചെയ്യുന്നത്. പേപ്പർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും കാണും. അപ്പോൾ നല്ല രസമായിരിക്കും ജ്യൂസൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഫുള്ള് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഡൗട്ടാണ് ഗീസ് അങ്ങോട്ട് വയ്ക്കണം ഇങ്ങോട്ട് വയ്ക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ച് മാത്രം ഒട്ടിക്കണമെന്നില്ല കേട്ടോ. നമുക്ക് സാധാ പശ വെച്ച് ഗ്ലൂ ഒക്കെ വെച്ച് തന്നെ ഒട്ടിക്കാം. സൂപ്പർ ഗ്ലൂ വെച്ചൊക്കെ ഒട്ടിക്കാം കേട്ടോ. പിന്നെ ഗ്ലൂ ഗണ്ണ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഗ്ലൂ ഗണ്ണ് ആകുമ്പോഴത്തേക്കും നല്ല സ്റ്റിക്കി ആയിട്ട് അങ്ങ് ഇരിക്കും. അതാട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ ഒട്ടിക്കൽ പ്രോസസ്സിലാണ്. അതുപോലെ ഓരോ സ്റ്റിക്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ പശ തേച്ച് ഒട്ടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കാം കേട്ടോ, കറക്റ്റ് അളവിലാവോ ഇല്ലേന്നൊക്കെ. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കഴിയുന്നതാണ്. പിന്നെ ഈ ചുരുട്ടത്തിൽ ആ ഒരു പ്രോസസ്സ് നിന്നുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഇതേപോലെ എളുപ്പ വഴിയിൽ സ്ട്രോ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് സ്ട്രോ ആണ് എനിക്ക് എളുപ്പം, നിങ്ങൾക്ക് സ്ട്രോ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതേപോലെ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സിസർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം വലുതും ചെറുതായിട്ടൊക്കെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സിസർ എടുത്ത് കട്ട് ചെയ്ത് അതൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം വാളിൽ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഫുൾ സൈഡിന് അതുപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫുൾ സൈഡ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലാണ്ട് ഹാങ്ങിയറൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓർഗനൈസറൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കേസ് ഓർഗനൈസർ. ഞാൻ ഉണ്ടാക്കിയ ഓർഗനൈസറാണ് കേസ്. കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ വയ്ക്കുന്നത് പെൻസിലും അതുപോലെ തന്നെ പേനയും ആ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഹൈലൈറ്റർ ആട്ടോ. ഒരു ബ്ലൂ ഹൈലൈറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ബുക്കും അതുപോലെ തന്നെ ഒരു റെഗുലറായിട്ട് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇറേസറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കിൻഡർ ജോയുടെ കിട്ടിയ കുഞ്ഞിന് കളിപ്പാട്ടങ്ങളാട്ടോ ഒക്കെ ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര വലുതായാലും ഞാൻ ഇതൊന്നും കളയില്ല. ലബുവിൻ്റെ ഒരു ലൈറ്റ് ആക്കുന്ന ഒരു കീ ചെയിനാണ്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണ് എത്ര വെച്ചാൽ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കില്ല. അവിടെ വെക്കട്ടെ ഇവിടെ വെക്കുന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു കട്ടറാണ്. ഒരു ബർഗറിൻ്റെ കട്ടറാണ്.
ഈ ഇടയ്ക്ക് ഒരു കടയിൽ പോയപ്പോൾ കണ്ടു വാങ്ങി കേട്ടോ. പിന്നെ വീണ്ടും ഒരു ബുക്കും ഒരു റേസറും ഒരു കട്ടറും പിന്നെ ഒരു സ്റ്റാമ്പ് ആട്ടോ, ഒരു സ്മൈലിയുടെ. പക്ഷേ ഇത് വർക്കിംഗ് അല്ല, കുറേ നാളായതുകൊണ്ട് ഒരു സ്മൈലിയുടെ ആട്ടോ, റെഡ് സ്മൈലിയുടെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സിസറാണ്, അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഈ ഓർഗനൈസറൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ അടുത്ത ഓർഗനൈസർ. ഇതിനെ ഒരു സൈഡ് മാത്രമേ അതിൽ സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ പ്ലെയിൻ ആട്ടോ. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഞാൻ കാർഡ്ബോർഡ് വെച്ചാണ് എല്ലാത്തിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇതിലുള്ളതിൽ കുറച്ച് ലൂസ് ആട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റിൽ പോകുന്നു. പിന്നെ ഒട്ടിക്കാന്ന് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഇതിനെ വയ്ക്കുന്നത് സ്കെച്ചസ് ആട്ടോ, അതേപോലെ വലിയ സ്കെച്ചുകളും ചെറുതും വെച്ചെടുക്കുന്നത് കണ്ടില്ലേ. അത് പിന്നെ ലൂസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആയിരിക്കുന്നത്. അപ്പോൾ വേണ്ടി ഇതേപോലെ സ്കെച്ചസ് വെച്ചെടുത്തിട്ടുണ്ട്. സ്കെച്ചും പിന്നെ കുഞ്ഞു സ്കെച്ചും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അതൊക്കെ പക്ഷേ ഇതിലെല്ലാം തെളിയത്തൊന്നുമില്ല, ചെറുതൊക്കെ തെളിയത്തുള്ളൂ. പക്ഷേ എന്നാൽ ഇതൊന്നും കളയത്തില്ല കേട്ടോ, ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് എൻ്റെ സ്വഭാവം. പിന്നെ ഇതൊരു നൈഫാട്ടോ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പശ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാപ്പായിട്ട് വെച്ച് കൊടുത്തത്. പിന്നെ അതൊക്കെ വീണ്ടും ചരിഞ്ഞിരിഞ്ഞ് പോകുന്നു, അതൊക്കെ സെറ്റാക്കി കൊടുത്ത്. പിന്നെ അപ്പുറത്തെ സൈഡ് വെക്കുന്നത് ഈ ഒരു ഡയറി ആട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ്. പക്ഷെ ഒന്നും എഴുതിയിട്ടില്ല, നല്ല രസമുണ്ട്, കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങിയത്. ഇത് കുഞ്ഞ് ജേണൽ ബുക്കാണ്. ഈ സാധനത്തിന് പിന്നെ വീഡിയോ ഇടാൻ ജേണലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നെ ഒരു ജേണൽ കാണിച്ചാൽ ഐസ് കണ്ടില്ല. പിന്നെ ജേണലൊക്കെ ചെയ്തതാണ്. പിന്നെ ഒരു സ്റ്റോറി ബുക്ക്, പിന്നെ വേറൊരു ഡയറിയാണ് മീസ്. അപ്പോൾ അത്രയാണ് ഞാൻ ഇതിൻ്റെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പശം വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഓർഗനൈസറിൽ. ഇത്രയായിട്ട് ഇതിൻ്റെ അത് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയായിട്ട് ടേബിളൊക്കെ ഫുൾ അലമ്പായിട്ടാണ് കിടക്കുന്നത്, അതൊക്കെ സെറ്റാക്കണം. നെക്സ്റ്റ് ആദ്യം ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു വലിയൊരു ഓർഗനൈസർ ആട്ടോ. അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട്. പിന്നെ അതങ്ങ് വെച്ച് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ കുഞ്ഞ് ഓർഗനൈസർ അതും സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു പേനയൊക്കെ വെക്കുന്ന, ബാക്കി എക്സ്ട്രാ പെന്നൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. അതും ഞാൻ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് അങ്ങോട്ട് സ്ഥലം പോരാൻ തോന്നി, അങ്ങോട്ട് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഒരു ക്ലോക്കാണ് ഗൈസ്. ഇതൊരു പൊട്ടിയ ക്ലോക്കാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടയും ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണെങ്കിൽ ഒരു ലൈറ്റ് വെക്കുന്ന ഒരു ടെഡി ബിയറാണ് കേട്ടോ, അതും വെച്ച് കൊടുത്തു. നെക്സ്റ്റ് ഒരു ഫ്രെയിമാണ് ഗൈസ്, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുള്ളൊരു ഫ്രെയിമാണ്, അതിനൊരിക്കലും മാറ്റത്തില്ല, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പോഴത്തെ സൈഡിലാട്ടോ ഞാൻ ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. ട്രാൻസ്പെറൻറ്റ് ഉണ്ടാക്കിയാണ്, പക്ഷെ കുറച്ച് കൊളായി. പിന്നെ അതിൻ്റെ അകത്ത് പെയിൻ്റ് ആട്ടോ വെക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റും അടുത്ത ബോക്സിലും ഉള്ളത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പുറത്ത് എന്തൊക്കെ ഇരിക്കുന്നു, അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റിക്കർ കാണാം, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് ഒരു പൗച്ചാണ്, ഇതിൻ്റെ അകത്തും കുഞ്ഞ് സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ഹൈലൈറ്ററും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ടേബിൾ മാത്രം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. ചുമരിലൊക്കെ ഞാൻ ഒട്ടിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയി കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആ ഒരു ഡബിൾ സെറ്റ് ടാപ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ടേബിളും അങ്ങനെ തന്നെയാണ്, ഇതൊന്നും സെറ്റായിട്ടില്ല. ഇപ്പം പിന്നെ ഈ ഒരു സാധനം ഞാൻ വാൾ സെറ്റായതിനു ശേഷം മാത്രം ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാട്ടിപ്പോൾ ഫൈനൽ ലുക്ക് ടേബിളിൻ്റെ. ബാക്കി വാളിൻ്റെയും ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ സൈഡിൽ 2 ബാഗുണ്ട് ഈസിൻ്റെ പോലെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഈ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വാളും അതുപോലെ തന്നെ ടേബിളും ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവരും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.